കേൾക്കണ്ടോ പോളേട്ടാ? യെസ്, കേൾക്കാണ്ട്. ഹൗ ഇസ് ലൈഫ്? വെരി ഗുഡ്, ഗോയിങ് ഓൺ. നിങ്ങളെപ്പോഴും സുഡോക്ക് ഒക്കെ കളിച്ചോട്ട് ഫുൾ നല്ല സുഡോക്ക് മാത്തമാറ്റിക്സിന്റെ വേൾഡിലാണ് നിങ്ങൾ സുഡോക്ക്. പക്ഷെ മാത്തമാറ്റിക്സ് ഒന്നും ഇല്ല ഇല്ല. അക്കങ്ങളുള്ള കാരണത്താലും നമ്മൾ മാത്തമാറ്റിക്സ് അക്കങ്ങൾക്ക് പകരം അത് ABCD എന്ന് എഴുതി കഴിഞ്ഞാലും ഇതേ സംഭവം. സുഡോക്കുവില് മറ്റേ ചില ഇത് കള്ളികൾ നമ്മൾ ഇത് ചെയ്യേണ്ടി, വൈൽഡ് ഗസ് ചെയ്യേണ്ടിയല്ലേ? അതോ എല്ലാം വൈൽഡ് ഗസ് ചെയ്യാത്തന്നെ കിട്ടും? ലോജിക്കലായിട്ട് തന്നെ ചെയ്യണം എന്നുള്ളതാണ്. ചിലത് നമുക്ക് ഇങ്ങോട്ട് കൺഫ്യൂഷൻ വരുമല്ലോ. അത് പക്ഷെ അതിന്റെ ലോജിക്ക് കറക്റ്റ് ആയ അതിന് വേറെ ക്ലൂ ഉണ്ടാവും, അത് കണ്ടെത്താന്നുള്ളത്. എല്ലാത്തിനും ക്ലൂ ഉണ്ടാവും. അല്ലാതെ ഇല്ല, എല്ലാത്തിനും ഉണ്ടാവും. അല്ലെ പിന്നെ എന്ത് മീനിങ് ഉള്ളത്? ഓക്കെ, ഗസ് ചെയ്താ പിന്നെ കഴിഞ്ഞില്ലേ. എന്നിട്ട് എന്താണ് വീഡിയോ ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ, വീഡിയോ ബുക്ക് ഫുള്ള് ഇപ്പൊ നമ്മള് വീഡിയോ ബുക്ക് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. എന്താണ് നിങ്ങളാണ് ശരിക്കും ഞാനേ കാണുന്നത്. ഇപ്പൊ പണ്ട് ഏതാ മഹാഭാരതല്ലേ എഴുതിയത്? മറ്റേ ആരാണ് അങ്ങനല്ല പറഞ്ഞ, ഗണപതി എഴുതി, പിന്നെ എന്താണ് വ്യാസനപ്പുറന്ന് പറയുകയും ചെയ്തു എന്ന് പറഞ്ഞ മാതിരിയാണ് അത് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ശരിക്കും നിങ്ങൾ ഗണപതി ആയിട്ടാണ്. ഗണപതി അല്ലേ പറഞ്ഞത്? ഗണപതി അല്ല പറയുന്നത്, വ്യാസം പറഞ്ഞിട്ട് ഗണപതി എഴുതുകയാണോ? അങ്ങനല്ല ഉണ്ടായിട്ടുള്ളത്. അല്ല, ഞാൻ കണ്ടില്ല അത്. അയ്യോ, അപ്പൊ നമ്മള് പറഞ്ഞത് ചിലപ്പോ തെറ്റായിരിക്കും. അറിയില്ല, ഇത്ര ഉറങ്ങിയിട്ടുണ്ടല്ലോ വിളിച്ചു. അതെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു, എന്തായിരുന്നു വീഡിയോ ബുക്കിന്റെ ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഇത്രയും ഇങ്ങനെ ഒരു തീരുമാനമായതോടുകൂടി കുറച്ചും കൂടി എളുപ്പമായി. അതായത് വീഡിയോ ബുക്കായി ചെയ്യാന്ന് പറയുന്നതോടുകൂടി ഇത് എഴുതുക. മൈത്രേയ ഇങ്ങനെ ഒരു തവണ മൈത്രേയം എന്ന് പറഞ്ഞു, നമ്മൾ കുറച്ച് നാളൊന്നും ഒരുമിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പുസ്തകം എഴുതാനുണ്ട്, പുസ്തകം എഴുതി തീർക്കായിരുന്നു, താനും കൂടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക്. അപ്പം ഞാൻ പറഞ്ഞു ശരി നമുക്കിരിക്കാം. അപ്പോൾ വൈഫ് ഷീജ പറഞ്ഞു അതെ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും പറ്റില്ല, അത് എന്നും കാര്യങ്ങളുണ്ടാവും. പുസ്തകം എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നോട്ട് എഴുതി തുടങ്ങാം. അങ്ങനെ പിറ്റേ ദിവസം ഞാനും മൈത്രേനും അവിടെ നിന്ന് വണ്ടി കയറി. അപ്പോൾ ഇവിടെ കണ്ണൂർ പരിയാരം ആ പരിസരത്താണ് അവിടെ ഷെഫീഖ് എന്ന് പറഞ്ഞാൽ, ആ ഷെഫീഖിൻ്റെ ഒരു ഹോസ്റ്റ് ആയിട്ട് അവിടെ എഴുതിയിട്ടൊന്നും ശരിയാവണില്ല. ഒരു 10-40 പേജ് ഇത്രയും പറഞ്ഞ് ഞാൻ എഴുതുകയും അത് ടൈപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു. പിന്നെ DTPക്ക് കണ്ട് പിന്നെ ഒരു പോയിന്റിലെത്തിയപ്പോൾ സ്റ്റക്കായി. 40 പേജൊക്കെ എഴുതിയുള്ളൂ. പറഞ്ഞു ഇപ്പോൾ അത് എന്തോ പ്രപഞ്ചത്തിൻ്റെ വലിയ കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് അത് സ്റ്റക്കായി, കുറച്ചും കൂടി ക്ലാരിറ്റി വേണം എന്നൊക്കെയുള്ള രീതിയിൽ മൈത്രേയം പറഞ്ഞു. അങ്ങനെ അപ്പം എനിക്ക് വേറെ പ്രത്യേകിച്ച് റോളില്ല, അത് പകർത്തി എഴുതുക എന്നുള്ളൊരു മൈത്രേയം പറയുമ്പോൾ എഴുതും, അങ്ങനെയുള്ളൂ. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ചോദിക്കുന്നല്ലാതെ അത് അങ്ങനെ സ്റ്റക്കായി. ആ DTP കൊടുത്ത്, ആ DTP കൊടുത്ത് ചെയ്തൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടാവും, ആ DTP കടയിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും, പിന്നെ പോയി മേടിക്കൊന്നും ഉണ്ടായില്ല. അങ്ങനെ മൈത്രേയൻ ഇങ്ങനെ വീണ്ടും ഇതിങ്ങനെ പ്രശ്നം കുറേ നാൾ കഴിഞ്ഞ്, എനിക്ക് തോന്നുന്നു അത് ഇവിടെ ഇപ്പോൾ ഒരു 2 വർഷം മുന്നാണ് അതുണ്ടായി. അതിന് ശേഷം പിന്നെ ആള് US പോയി തിരിച്ചു വന്ന സമയത്താണ് വീണ്ടും. അപ്പോൾ ഫസ്റ്റത്തെ ബുക്കിന്റെ രണ്ടാമത്തെ ഇതിന് വേണ്ടിയിട്ടുള്ള അതായി മനുഷ്യരറിയാൻ എന്നുള്ള പുസ്തകം എഴുതിയിട്ട് ഇപ്പോൾ ഒരു 10 വർഷത്തിന് നിങ്ങള് ഇതില്ലേ? ഞാൻ അങ്ങനെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇല്ല. അത് മറ്റേ വിന്നി പിന്നെ ഷൗക്കത്തൊക്കെയാണ് ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇപ്പോൾ 10 വർഷം കഴിയുമ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ എന്നുള്ള നിലയ്ക്കാണ് മൈത്രേയൻ ആലോചിച്ചിരുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും അങ്ങനെ രണ്ടാമത് നമ്മൾ പ്ലാൻ ചെയ്തപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ തൃശ്ശൂർ വീട്ടിലിരുന്ന് എഴുതാം, അപ്പോൾ എൻ്റെ റൂട്ടീൻ കാര്യങ്ങളൊന്നും മുടങ്ങില്ല, അപ്പോൾ ഇതിങ്ങനെ ബാക്കി സമയത്ത് പണി നടക്കുകയും ചെയ്യും. അങ്ങനെയായിരുന്നു. അങ്ങനെ എഴുതാനുള്ളൊരു പ്രിപ്പറേഷൻ തുടങ്ങിയ സമയത്താണ് അന്നാ നമുക്ക് വീഡിയോ ബുക്ക്, അതായത് ഇപ്പം എനിക്ക് ടൈപ്പ് ചെയ്യാനൊന്നും അറിയില്ല, അപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗമൊക്കെ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ എളുപ്പമുണ്ട്. അതൊക്കെ ആലോചിച്ച് വന്നപ്പോഴാണ് എന്നാൽ പിന്നെ ഇതിതൊക്കെ ചെയ്യണം, നേരെ റെക്കോർഡ് ചെയ്താൽ പോരെ എന്നാലോചിക്കും. അപ്പോൾ റെക്കോർഡ് ചെയ്യാമെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലുകൾ ഉണ്ടല്ലോ ഇങ്ങനെ ചെയ്യണത്.
അപ്പോൾ മൈത്രേയൻ എന്തോ അങ്ങനെ അത് വേണ്ട, നമുക്ക് തന്നെ അതൊന്ന് ചെയ്യാം, അത് വേറെ അതിൻ്റെ ലാഭം നഷ്ടം നോക്കിയിട്ടൊന്നുമില്ല, ബാക്കിയുള്ളവരാകുമ്പോൾ എനിക്ക് ഞാൻ മനസ്സിലായ ഒരു കാര്യം പറയണം കേട്ടോ, അല്ലാതെ അത് തന്നെ ആവണമെന്നൊന്നും നിർബന്ധമില്ല. എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ചോദിച്ചു ഇൻ്റർവ്യൂ ഒരുപാട് യൂട്യൂബിൽ വരുന്നുണ്ടല്ലോ മൈത്രേയൻ, കണ്ടിന്യൂസ് ആയിട്ട് മൈത്രേയൻ ഇൻ്റർവ്യൂ ചെയ്ത് വിടുന്ന ചാനലുകളുണ്ട്. എപ്പോഴും ഉണ്ട് അന്ന്. പക്ഷെ അവരെപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊരു ഒരു 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 പ്രത്യേക പാറ്റേൺ ഉണ്ട്, ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ അവിടെ മൈത്രേയന് പ്രത്യേകമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു സംഭവം ഉണ്ടാവണില്ല എന്ന് അങ്ങനത്തെയാന്ന് തോന്നുന്നു. മൈത്രേയ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാം എന്നാലും. അപ്പോഴാണ് നിങ്ങളുടെ വീഡിയോ ഞാൻ കണ്ടു, മൈത്രേയനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള വീഡിയോ കണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, അപ്പോൾ മറ്റേ മലപ്പുറത്ത് ആ ഗ്രൂപ്പിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ വേറെ അപ്പോൾ അത് നിങ്ങൾ ആ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടൊരു കാര്യം വളരെ റിസപ്റ്റീവായിട്ടാണ് നിങ്ങളിരിക്കുന്നത്, അല്ലാതെ എന്താണ് അല്ലാതെ അങ്ങനെയുള്ള സംശയങ്ങളൊന്നുമല്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ, അതിൻ്റെ ഒരു ലൈറ്റിങ്ങും ഒക്കെ എനിക്ക് ഭയങ്കര അത് നല്ലൊരു മൂഡ് തോന്നി, നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു മലപ്പുറത്ത്, അപ്പം എനിക്ക് നിങ്ങളറിയില്ല എന്ന്, മൈത്രേയനല്ലേ ഇവിടെ വന്നത്. അപ്പം ഞാൻ അങ്ങനെ സജസ്റ്റ് ചെയ്തപ്പോൾ മൈത്രേയൻ എന്നാൽ അവരെ വിളിച്ച് നോക്കാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അവിടെ സെറ്റ് ചെയ്യാന്നുള്ളൊരു ഇതൊക്കെ നോക്കി. അത് പിന്നെ അത് നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ അത്ര പ്രായോഗികമല്ല. അതിനുവേണ്ടി നമ്മളൊരു സെറ്റപ്പ് ഉണ്ടാക്കി അത് കോർഡിനേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ വീണ്ടും വെള്ളത്തിലാവും. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ആൾറെഡി സ്റ്റുഡിയോ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളിത് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ മറ്റ് തരത്തിലുള്ള ഒരു സ്റ്റിങ്സ് ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഞങ്ങളും തന്നെ പെട്ടെന്ന് മൈത്രേൻ്റെ വീഡിയോ വന്നപ്പോൾ ആ ഒരു കൺസെപ്റ്റ് മുമ്പ് പറഞ്ഞപ്പോൾ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ്, ഇതുവരെ ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു സാധനം ഇല്ല, ഒരു വീഡിയോ ബുക്ക് എന്നുള്ള ഇത് വന്നപ്പോൾ ഇത് ഹെൽ നോട്ട് എന്തുകൊണ്ട് അതൊരു നല്ലൊരു സാധനമല്ലേ, ചലഞ്ചിങ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. അതെ അതെ. പിന്നെ അങ്ങനത്തെ ഒരു ഇതല്ലേ. പിന്നെ ബുക്കിലൂടെ അപ്പോൾ ബുക്ക് ഞങ്ങൾ കേട്ടല്ലോ, അപ്പം നിങ്ങളാ ശരിക്കും ഫുള്ളിരുന്ന് കേട്ടത്, നിങ്ങളാണ് സംശയങ്ങൾ ചോദിച്ച് ശരിക്കും നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, നിങ്ങൾ എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ളായിരുന്നു ഞാൻ ശരിക്കും വാച്ച് ചെയ്തിട്ട്. അത് ചോദ്യങ്ങൾ ചോദിക്കണ ഈ പറഞ്ഞ ഒരു റിസ്ക് ഉണ്ടല്ലേ, അതായത് ആളുകൾ കേൾക്കുമ്പോൾ മൈത്രേയൻ പറയുന്നത് കേൾക്കാനാണല്ലോ എല്ലാവരും ഇരിക്കണം, ഇയാൾ എന്താ ഇത് ഇടയിൽ കയറി കണക്കണ പറയണത് എന്നുള്ളത് എപ്പോഴും വരും. പക്ഷെ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളത്. അത്രയും വലിയൊരു ഉത്തരവാകുമ്പോൾ അതിലിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ നഡ്ജ് ചെയ്ത് പോകണം തോന്നുന്നു. അല്ല, അതായിരുന്നു എൻ്റെ റോളെന്ന് ഞാൻ മനസ്സിലാക്കിയത്. അതായത് മൈത്രേയൻ ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കൂട്ടിയാണെങ്കിൽ പറയുമ്പം അവിടെ ചില കാര്യങ്ങൾ ഒമിഷൻസ് വരുമല്ലോ. അപ്പം അവിടെ ഒന്ന് റിമൈൻഡ് ചെയ്യുക, അപ്പം അതും ആ ഒരു ഏരിയയും കൂടി പറയുക എന്നുള്ളത് എനിക്ക് അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നമ്മൾ ഈ ഇപ്പോൾ മൈത്രേയനായിട്ടുള്ളൊരു കൂട്ടിൻ്റെ ഒരു ചരിത്രം, ഒരു 10-25 വർഷം 10-26 വർഷമായിട്ട് നമ്മൾ ട്രോളാൻ പറ്റുന്നൊരു സൗഹൃദമാണല്ലോ. അതല്ലേ സൗഹൃദത്തിന്റെ കാണുന്നത്, അതന്നല്ലേ. ഇത് ട്രോളൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മൾ ക്ഷീണിക്കുള്ളൂ ആളുടെ അടുത്ത് ട്രോളാൻ പോയി. ഭയങ്കര സൂക്ഷിച്ച് ചെയ്യണം അങ്ങനെ. അപ്പോൾ ഈ ഒരു ഇപ്പം മൈത്രേയൻ ഇപ്പം പറയുന്ന ആ ഒരു കാഴ്ച എന്ന് പറയണത് ഏകദേശം അതിൻ്റെ തുടക്കം മുതലേ മൈത്രേയൻ ഞാനായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക്. അല്ലാതെ മൈത്രേയൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ മനസ്സിലായിന്നോ, അതിനെ കൂടുതൽ പൊലിപ്പിക്കാൻ കഴിയുന്നോ, അല്ലെങ്കിൽ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നോ, അങ്ങനെയൊന്നും അല്ല. നിങ്ങൾ ഓൾറെഡി ഇത് മുന്നേ അല്ല ഇതിൻ്റെ തുടക്കം സംസാരിച്ച് വെച്ചിട്ടുണ്ട്. സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്കിന് വേണ്ടിയിട്ടൊന്നുമല്ല, മൈത്രേയൻ ഈ ഒരു കാഴ്ച ഉണ്ടാവുന്ന സമയത്ത് അതിൻ്റെ തുടക്കം മുതലേ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. സംസാരിക്കുക മാത്രമല്ല, അപ്പോൾ മൈത്രേയൻ്റെ ഒരു സംസാരിക്കുന്നുള്ളൊരു താല്പര്യത്തിൽ നിന്ന് ഞാനും എൻ്റെ ലെവലിൽ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പ്രത്യേകിച്ച് എവല്യൂഷനായി ബന്ധപ്പെട്ടുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുകയും അത് ഓരോ പുസ്തകവും വായിച്ച് മൈത്രേയനായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഷെയർ ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ പുസ്തകം എഴുതുന്നവർക്ക് ചില മോട്ടീവ് ഉണ്ടാവും, അവർക്കൊരു അജണ്ട ഉണ്ടാവും. അപ്പം അതിനെയും കൂടി ഒന്ന് നമുക്ക് കൈകാര്യം ചെയ്യാവുന്ന തരത്തിലുള്ള അങ്ങനത്തെ ഒരു കാഴ്ച മൈത്രേയനായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമുക്കത് അങ്ങനെ ഉപകരിക്കും. മനസ്സിലായി. ഫുള്ളായിട്ട് അതിലേക്ക് അത് ഫുള്ളായിട്ട് എടുക്കണ്ട അതിൽ എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റൂല്ലേ. ഇതിൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു വ്യത്യാസം പറയണം. ഇപ്പം ഞാൻ തുടക്കത്തിൽ ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ വെക്കുന്നുണ്ട്. അതായത്
മൈത്രേയൻ പറയുന്ന കാര്യങ്ങൾ ആളുകൾ 60% യോജിക്കണു, പക്ഷേ ചില കാര്യങ്ങളിൽ എതിർപ്പുണ്ട് എന്ന് പലരും പറയണേക്കാം. അപ്പം ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നമ്മളുടെ ബുക്കിൻ്റെ തുടക്കത്തിൽ മൈത്രേയൻ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ പകുതി യോജിക്കുക പകുതി വിയോജിക്കുക അങ്ങനെ പറ്റില്ലല്ലോ എന്ന് പറയും. അത് പറ്റില്ല എന്ന് പറയണതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, മൈത്രേയൻ ഉപയോഗിക്കുന്ന ടൂളിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ മൈത്രേയൻ ഞാൻ ഇതിപ്പോൾ മനസ്സിലാക്കും, ഇപ്പോൾ പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മൈത്രേയൻ്റെ ഒരു കാഴ്ച, ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഒരു ടൂള് മൈത്രേയൻ ഉപയോഗിക്കുന്നത് എവല്യൂഷനാണ്, അല്ലെങ്കിൽ എവല്യൂഷണറി പെർസ്പെക്റ്റീവിലൂടെയാണ് മൈത്രേയൻ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. പക്ഷെ മൈത്രേയൻ അതിനെ എവല്യൂഷണറി ഒരു പെർസ്പെക്റ്റീവിലൂടെ മനസ്സിലാക്കി അതിനെ പ്ലേസ് ചെയ്യുന്നത് ഒരു ഡെമോക്രാറ്റിക് ഫ്രെയിം വർക്കിലാണ്. കാര്യങ്ങൾ അങ്ങനെ അറിയുക എന്നുള്ളത് മാത്രമല്ല, അറിഞ്ഞ് പ്രയോഗിക്കുന്നതിനൊരു പർപ്പസും കൂടിയുണ്ട്. അത് ഈ ഡെമോക്രാറ്റിക് വാല്യൂസായി ബന്ധപ്പെട്ടിട്ടുള്ള പർപ്പസാണ്. അല്ല അത് തന്നെ. അപ്പോൾ എവല്യൂഷനാണ് മൈത്രേയൻ ഉപയോഗിക്കുന്ന ടൂള്. അതിൻ്റെ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക്. സാപ്പിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബുക്കിൻ്റെ ആ ഒരു രീതി പോലെ എനിക്ക് ആദ്യം തോന്നിയിരുന്നത് ഫസ്റ്റ് ഇങ്ങനെ. പക്ഷേ അതിന് എൻ്റെ ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ. ഹിസ്റ്റോറിക്കൽ ഇതിലല്ലാതെയാണ് നമ്മളെ ബുക്ക് പോയിട്ടുള്ളത്. സാപ്പിയൻ അങ്ങനെയല്ലേ? സാപ്പിയൻ ഹിസ്റ്ററിയാണ്. ഹരാരയുടെ ഹിസ്റ്ററിയായി ബന്ധപ്പെട്ട് അതിനൊരു പെർസ്പെക്റ്റീവ് ആൾ വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഹിസ്റ്ററീനെ നമ്മളൊന്ന് റീഡിഫൈൻ ചെയ്യും, അസസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രോസസ് ഉണ്ട്. അത് മറ്റേ ഇയാളുടെ ജെയിംസ് സ്റ്റീൽ ജെയിംസ് എന്ന് പറഞ്ഞിട്ട് മറ്റേ ഇയാളുടെ പേര് പറഞ്ഞു, അയാളുടെ പുസ്തകത്തിൻ്റെ ഒരു തുടർച്ചയാണ് ഇയാൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഹരാരയുടെ ഇതിൽ പലപ്പോഴും അത് മൈത്രേയൻ പറയുമ്പോൾ തന്നെയാണ് കൂടുതൽ നമുക്കത് ഒക്കർ ചെയ്യണം. ഹിസ്റ്ററി ഉണ്ടെങ്കിൽ തന്നെ ഒരു പെർസ്പെക്റ്റീവിൻ്റെ പ്രശ്നം അതിലെപ്പോഴും നിൽക്കും. അത് പക്ഷേ സാപ്പിയൻസൊക്കെ നമ്മൾ നന്നായി ആസ്വദിച്ച് വായിച്ച ഒരു പുസ്തകം തന്നെയാണ്. പക്ഷേ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ഈ പോഡ്കാസ്റ്റുകളും ഇപ്പോൾ ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പോഡ്കാസ്റ്റുകൾ ഇപ്പോൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ സംസാരിക്കുന്നതൊക്കെ നമുക്ക് കേൾക്കാമല്ലോ. അങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മൈത്രേയൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരുപാട് പുതിയ ഉത്തരങ്ങളുണ്ട്. അത് ഈ എവല്യൂഷണറി പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ ശരിക്കും. കാരണം എന്താ വെച്ചാൽ എവല്യൂഷണറി ഇപ്പോൾ ഈ നാച്ചുറൽ സെലക്ഷൻ എന്നൊക്കെ പറഞ്ഞു വരുന്നതിൻ്റെ ചില തടസ്സങ്ങളും കൂടി മറികടന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ എവല്യൂഷനെ മനസ്സിലാക്കുകയും. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ മനസ്സിലാക്കിയിരുന്ന പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ഇപ്പോൾ കൂടുതൽ പുസ്തകങ്ങളും എന്ന് മാത്രമല്ല നമ്മളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയായിരുന്നു, ഇങ്ങനെ അഡാപ്റ്റ് ഒരു മ്യൂട്ടേഷൻ വഴി പല കഴിവുകളുണ്ടാവും. ആ കഴിവുകൾ അന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ അനുയോജ്യമാണെങ്കിൽ ആ ജീവികൾ സർവൈവ് ചെയ്തു പോകും. അല്ലാതെ ജീവികൾക്ക് ആവശ്യമനുസരിച്ച് സ്കില്ലുകളോ കഴിവ് അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കൊണ്ടാണ്. അത് തന്നെ ഒരു സമയത്ത് അത് ഡിസഡ്വാൻറ്റേജ് ആവും. പക്ഷെ അങ്ങനെ അല്ല ജീവനെ. അതൊക്കെ മൈത്രേയൻ പറയുന്നത് ഭയങ്കര ഡീപ്പായിട്ടുള്ള ജീവന്റെ വരവും ആ ജീവന് അതൊരു മോട്ടീവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് അതിനൊരു ഡയറക്ഷൻ എന്നൊക്കെ പറയുന്നത് അതില്ല എന്നായിരുന്നു നമ്മൾ ആദ്യമൊക്കെ മനസ്സിലായിരുന്നു. അല്ല അതിനൊരു ഡയറക്ഷൻ അല്ലേ, അങ്ങനെ ജീവിച്ചു പോകണു എന്നല്ല. പക്ഷെ അങ്ങനെയല്ല അത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഉദാഹരണങ്ങളൊക്കെ നോക്കുമ്പോൾ വയ്ക്കുമ്പോഴത് മോട്ടീവ് ഇല്ലാതെ ആ മോട്ടീവാണ് ജീവൻ എന്നുള്ള നിലയ്ക്കാണ്. ഇപ്പോൾ ഇതിപ്പോൾ ഒരു എന്താണ് ന്യൂട്രലായിട്ട് നിൽക്കുന്ന ആൾക്കാർ, ഇപ്പോൾ മൈത്രേയനെ അറിയണ അല്ലെങ്കിൽ ഈ ഒരു വീക്ഷണത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ബുക്ക് ഭയങ്കര വെൽക്കമിങ് ആയിരിക്കും. ബുക്ക് അത് പുതിയ തുറവിയാവും ജീവിതത്തിനെ കാണാനും മനസ്സിലാക്കാനും അഭിമുഖീകരിക്കാനും അത് നല്ല സഹായകരാവും തന്നെയാണ് നമ്മൾ പ്രതീക്ഷ. കാരണം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. എന്താണ് നിങ്ങൾക്ക് ബുക്ക് അല്ല അതിൽ ഇതാണ് വ്യത്യാസം. നമ്മൾ ഈ സ്വയം നവീകരിക്കുക എന്നുള്ളൊരു പ്രക്രിയയുണ്ട്. സ്വയം നവീകരിക്കുക, ആ സ്വയം നവീകരണത്തിന് നമ്മൾ സജ്ജാവണം. അപ്പോഴാണ് നമ്മളുടെ പ്രെജുഡൈസ്, സ്റ്റീരിയോടൈപ്സ്, നമ്മളുടെ ആ തരത്തിലുള്ള മുന്നറിവുകളൊക്കെ നമുക്കൊന്ന് അഴിച്ചു പണിതാലാണ്. അതാണ് ഈ എവല്യൂഷണറി ടൂള് കമ്പാരിറ്റീവ്ലി ഏറ്റവും പുതിയ ടൂളാണ്. അപ്പോൾ ടൂളിനെ അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ ബാക്കി ടൂളുകൾ നമ്മൾ ഡിസ്കാർഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനൊന്ന് സൈഡിലേക്ക് വെക്കുകയോ ഒക്കെ ചെയ്ത് അപ്പോഴാണ് നമുക്ക് ഈ പുതിയ പെർസ്പെക്റ്റീവ് ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് നമുക്കത് അങ്ങനെ മനസ്സിലാവും. അത് അങ്ങനെ അല്ലാതെ ഈ മൈത്രേയൻ പറയുന്ന കാര്യങ്ങൾ
പഴയ ടൂളിൽ കൂടെ നോക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ വിയോജിപ്പും അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഞാൻ പറയുന്നത് ടോട്ടൽ സറണ്ടർ അങ്ങനെ ഏറ്റവും അറിവുള്ള ആൾ അങ്ങനെയൊന്നുമല്ല ഞാൻ പറയണത് കേട്ടോ. പക്ഷേ ഈ ഒരു പെർസ്പെക്റ്റീവിലൂടെ നോക്കുക എന്നുള്ളതാണ് മൈത്രേയൻ പുതിയ കാര്യങ്ങൾ, ആളുകൾക്ക് ഭയങ്കര അപ്പീലിംഗ് ആയിട്ടുള്ള വെളിപാട് പോലെയുള്ള കാര്യങ്ങൾ മൈത്രേയൻ പറയുന്നത്. അതിൻ്റെ എല്ലാ ആസ്പെക്റ്റും മുന്നേ പഠിച്ച് പറയണതല്ല. ഒരു കാര്യത്തെ മുന്നോട്ട് വരുന്ന സമയത്ത് മൈത്രേയൻ ആ കാര്യത്തെ പരിശോധിക്കുന്നത് ഈ ടൂൾ വെച്ചിട്ടാണ്. എന്തുകൊണ്ടാണ് അതങ്ങനെ? അന്ന് അങ്ങനെ പറയുമ്പോഴാണ് ആ ഉത്തരങ്ങളാണ് നമുക്ക് ഭയങ്കര വെളിപാട് പോലെ അനുഭവിക്കണം. അത് നല്ല രസമുള്ള ഒരു പ്രക്രിയയാണ്. അപ്പോൾ ആ ടൂള് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളത്, ആ ടൂളാണ് നമ്മൾ വെക്കണം. ശരി, ഈ ഒരു പെർസ്പെക്റ്റീവിലൂടെ ഇങ്ങനെ നോക്കി അങ്ങനെ ഒന്ന് നോക്കൂ. അതെ, അത് മാറിയിട്ട് ഇങ്ങനെ ഒന്ന് കണ്ടു അല്ലേ? അതെ. എനിക്കങ്ങനെ തോന്നി കേട്ടോ. എനിക്ക് ശരിക്കും ബുക്കിൻ്റെ ഈ ഒരു ഇതിൽ പോയപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ഹ്യൂമൻ എന്നുള്ള ഇതിൽ നമ്മളെ തന്നെ ചെക്ക് ചെയ്യലും, പിന്നെ അപ്പുറത്തുള്ളവരൊക്കെ ഹ്യൂമൻസ് ആണ് എന്നുള്ളതും അവരൊക്കെ അതിൻ്റെ ഡെമോക്രാറ്റിക് വാല്യൂ എന്ന് പറയുന്നത് അങ്ങനത്തെ ഏരിയയാണ്. അതായത് എല്ലാവരെയും ഇൻക്ലൂസീവായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ, നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഒരു രീതി ഉണ്ടാക്കുക എന്ന്. അത് ചിലപ്പോൾ എവല്യൂഷനിൽ ഉണ്ടോ ഇല്ല അതൊന്നും നമുക്കറിയില്ല. പക്ഷെ നമ്മളുടെ ഒരു ആഗ്രഹം എന്നുള്ള നിലയ്ക്ക് അതിന് അങ്ങോട്ടുള്ളൊരു യാത്ര എന്നുള്ള നിലയ്ക്കാണ് ഇതിനെ ഈ അറിവായാലും ശരി, പെർസ്പെക്റ്റീവായാലും അത് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ആഗ്രഹത്തോടു കൂടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. പിന്നെ ചോദ്യങ്ങൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. കാരണം മൈത്രേയൻ പറയുന്ന സമയത്ത് മൈത്രേയൻ അപ്പോൾ ഈ പുസ്തകം എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റോള് റെസ്ട്രിക്റ്റഡ് ആണ്, അങ്ങനെ വെളിപ്പെടില്ല. അത് നമ്മൾ ഞാനും മൈത്രേയനുള്ള ചർച്ച അങ്ങനെ പോകും. പുസ്തകം എഴുതുന്നത് മൈത്രേയൻ എഴുതുന്ന പോലെ നിൽക്കും. അപ്പോൾ നന്ദി പറയുന്നിടത്ത് നമ്മുടെ പേര് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ അത് കഴിഞ്ഞു, അതിനിപ്പോൾ ആള്. പക്ഷേ ഈ വീഡിയോ ബുക്ക് ആവുന്ന സമയത്ത് രണ്ടു തരത്തിൽ നമുക്ക് കുറച്ചും കൂടി പ്രോമിനൻസ് ഉണ്ടാവും, അത് കുഴപ്പമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ആളുകൾ നമ്മളെ ചീത്ത പറയാനുള്ള സാധ്യതകൾ അത് എപ്പോഴൊരു ഇതുണ്ടല്ലേ. അല്ല, ഇത് നമ്മളിപ്പോൾ കാണാമല്ലോ, മൈത്രേയൻ്റെ കൂടെ ആരിരുന്ന് കഴിഞ്ഞാൽ അവരെ മുഴുവൻ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ഓഡിയൻസ് ഉണ്ട്. പെട്ടെന്ന് ആളുകൾക്ക് ഭയങ്കര ബുദ്ധിയുള്ള ആളുകളാവും കേട്ട് കഴിയുമ്പോൾ. ഇയാൾ എന്ത് പൊട്ടൻ ചോദിക്കണം എന്നൊക്കെ ചോദിച്ച് ആയിരിക്കും നമ്മൾ. പക്ഷെ നമുക്ക് പറ്റുന്നതല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതാ ഈ വിഷയം. അപ്പം ഞാൻ ഇപ്പോൾ മൈത്രേയൻ്റെ മൈത്രേയൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ മൈത്രേയൻ്റെ കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് മൈത്രേയനെ പോലെ ഒരാൾ, അല്ലെങ്കിൽ മൈത്രേയനേക്കാളും കുറച്ച് ഗ്രേഡ് കുറഞ്ഞ ഒരാൾ, അങ്ങനെ വിചാരിക്കണത്. നമ്മൾ വേറെ ആളാണെന്നൊന്നും ആളുകൾക്ക് അങ്ങനെ എടുക്കാം. ആ നിലയ്ക്ക് നോക്കി കഴിഞ്ഞാൽ ഞാനും മൈത്രേയനും തമ്മിലാക്കണൊരു സാമ്യമൊന്നുമില്ല. ഏകദേശം ഹൈറ്റൊക്കെ ഒരുപോലെയാന്നല്ല. അപ്പോൾ സമ്പർക്കത്തിലൂടെ ഉണ്ടായിട്ടുള്ളൊരു സംഭവമുള്ളൂ. പക്ഷേ ആളുകൾ വിചാരിക്കും, ഇപ്പോൾ മൈത്രേയനെ പ്രത്യേകിച്ച് എന്നെക്കുറിച്ച് ആളുകളോടൊക്കെ പറയുന്ന സമയത്ത് ആളുകൾ വിചാരിക്കും ഞാനും അത്രയും അറിവും ബുദ്ധിയും. പക്ഷെ നിങ്ങള് മനസ്സിലാക്കുന്നുണ്ടല്ലോ. അല്ല, മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ ഈ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് ഉണ്ടായില്ലോ. ഞാൻ 10-25 വർഷം ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മൈത്രേയനായിട്ടുള്ളത് കൊണ്ട് മൈത്രേയൻ പറയാം സയൻസ് ഒക്കെ പറയുമ്പോൾ എനിക്കെന്താ മനസ്സിലാവണം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഇപ്പോൾ പറയും മനസ്സിലായി എന്ന് വിചാരിക്കുന്ന കാര്യം തന്നെ എനിക്ക് അപ്പുറത്തൊരാളോട് പറഞ്ഞു കൊടുക്കാനുള്ള അത്രയ്ക്കൊന്നും മനസ്സിലായിട്ടില്ലല്ലോ. അങ്ങനെ നമുക്ക് തന്നെ മനസ്സിലാവുക ആ സമയത്ത് മനസ്സിലായി എന്ന് തോന്നുന്നതല്ലാതെ അങ്ങനെ അങ്ങോട്ട് മനസ്സിലായിട്ടൊന്നുമല്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ മൈത്രേയന് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തൊരു കല്ലിരുന്നാലും മതി, ശരി പറയാനുള്ളതൊക്കെ ആള് പറയും. എന്നാലും ഒരു ലൈവായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ എന്നുള്ള നിലയ്ക്ക് വെക്കുമ്പോൾ അതിന് ഈ ഫോർമാറ്റിനൊരു ജീവുണ്ടല്ലോ, അതിനും കൂടി വേണ്ടി നമ്മളെ പിടിച്ചിരുത്തി എന്നുള്ള ഒരു സംഭവമാണ്. ബുക്കിന്റെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്? രണ്ട് ഇതാണ്. ഒന്ന് വേദാന്തത്തെ കുറിച്ചിട്ടുള്ള ഒരു ഇതുണ്ട്, പിന്നെ ജീവന്റെ ഉണ്ടാവുന്ന അതിര് പറയുന്നതും, പിന്നെ ആ ജീവനെ എങ്ങനെ നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യും, ലൈഫ് പറയുന്ന അവിടുത്തെ ജീവൻ എങ്ങനെ ചെയ്ത് വരുന്ന അങ്ങനെയുള്ള ഡിസ്കഷൻസ് ഒക്കെ നമുക്ക് ഒക്കെ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ടൂളും ഒക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. ടൂള് അല്ല, അത് പിന്നെ മൈത്രേയൻ അതാണ് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സംഭവം. അതെ, കാരണം ആളുകൾ പൊതുവെ കുടുങ്ങി പോകുന്നത് അവരവരുടെ ടൂളിലാണ്. അപ്പോൾ നമ്മൾ ഒരു പുതിയ ടൂൾ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പുതിയ കാഴ്ച കിട്ടും. പക്ഷെ നമ്മളത് പരിശോധിക്കുമ്പോൾ
പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ 2 തരത്തിലുണ്ട്. ഒന്ന് നമ്മൾ അപ്പുറത്തെ ആളുകളോട് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ പിന്നെ അത് കുഴപ്പമില്ല, അത് പറഞ്ഞുകൊണ്ടേയിരിക്കാം. പ്രസംഗം മാത്രമാണെന്നുണ്ടെങ്കിൽ എത്ര വേണമെങ്കിൽ അതിനെക്കുറിച്ച് പ്രസംഗിച്ചു. ആ സംഭവം നമ്മൾ സ്വന്തം ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ശരിക്കും അതിൻ്റെ അതിരിൽ ചെന്ന് മുട്ടുക. അവിടുന്ന് മുന്നോട്ടില്ല. അപ്പം ഈ ടൂള് വെച്ചാൽ മുഴുവൻ അപ്പുറത്തെ കാര്യം അങ്ങോട്ട് ശരിയാവില്ല എന്ന് കാണാം. ആ മുട്ടുന്നിടത്ത് നമുക്ക് ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ആ സമയം കൊണ്ട് നമ്മൾ ഒരുപാട് വർഷങ്ങൾ നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ പരിമിതിയിലെത്തുമ്പോൾ നമുക്കതങ്ങോട്ട് സമ്മതിക്കാൻ പറ്റില്ല. ഇത് ഇത് ശരിയാവില്ല എന്നങ്ങോട്ട് സമ്മതിക്കാൻ നമ്മള് ലൈഫ് വേസ്റ്റായി എന്ന് പോലെ അനുഭവിക്കും. അത് കളഞ്ഞ് നമ്മൾ ഒരു അൺലൈൻ അല്ലെങ്കിൽ എന്താ പറയുക ഡീകൺസ്ട്രക്ഷൻ്റെ സാധനം വെച്ച് പുതിയ, അപ്പോൾ പഴയത് ഉപയോഗിച്ചതൊക്കെ നമുക്ക് ഉപയോഗത്തിൽ വരും. പക്ഷെ അതല്ല, ആ ടൂള് ഡയറക്റ്റ് അല്ല നമ്മൾ ഉപയോഗിക്കണത് മാത്രം. ആ തരത്തിലുള്ളൊരു നവീകരണത്തിന് നമ്മൾ സജ്ജമാവണം എപ്പോഴും. അതല്ല, അതിനൊരു ഓപ്പൺ മൈൻഡ് വേണമല്ലേ ശരിക്കും. ഓപ്പൺ മൈൻഡ് വെച്ചാൽ നല്ല പ്രാക്ടീസും വേണം. നമ്മൾ മൈൻഡ് ഓപ്പൺ ആവണമെന്നുകൊണ്ട് പറഞ്ഞത് മാത്രമല്ല. കാരണം ഈ ഓരോ ഇത്രയും കാലത്തൊരു ബാധ നമ്മൾ ഒഴിവാക്കി കളയണല്ലോ. സത്യം. അതല്ല മനുഷ്യനാവാണ് വേറെ. അതെ, നമ്മളുടെ കാര്യങ്ങളും ജീവിതത്തിൻ്റെ മൊത്തം കാഴ്ചപ്പാടും ഈവൻ ചിലപ്പോൾ നമ്മുടെ ബന്ധങ്ങൾ വരെ മാറിപ്പോവും. അതെ അതെ, നമ്മൾ കാഴ്ചപ്പാട് മാറി, അല്ലെങ്കിൽ നമ്മൾ ഒരു ആളുകൾക്കത് പിന്നെ ഈ പറഞ്ഞ മാതിരി വാല്യൂ സിസ്റ്റമൊക്കെ വാല്യൂസിനെ കുറിച്ചുള്ള ഒരു സംഭവം ഇതുപോലെ നമ്മൾ നന്നായി ആസ്വദിച്ച എപ്പിസോഡ് വാല്യൂസ് എങ്ങനെയാണ് എമർജ് ചെയ്യുന്നത്. അപ്പം അതിൽ തന്നെ ഈ പുസ്തകത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ഇതും ഒരു പെർസ്പെക്റ്റീവ് കൊടുക്കണമെന്നുള്ളതാണ്. അല്ലാതെ അതിൻ്റെ കംപ്ലീറ്റ് എല്ലാ വിശദാംശങ്ങളും വെക്കുക എന്നുള്ളൊരു സംഭവം ഇല്ല. അത് സാധ്യമാവില്ല എന്ന് തോന്നി. അപ്പം അങ്ങനെ ആളുകൾക്ക് സ്വയം വർക്ക് ചെയ്യേണ്ട ഏരിയകൾ കുറേ ഉണ്ട്. വായിച്ചു കഴിഞ്ഞാലും അത് വർക്ക് ചെയ്യാവുന്ന, വളരെ രസകരമായിട്ട് ചെയ്യാവുന്ന സംഭവമുണ്ട്. അപ്പം ഇതിൻ്റെ നമ്മൾ പറയുമ്പോൾ തോന്നും, പുസ്തകത്തിൻ്റെ ഒരു പൊതുവെ ടൈറ്റിലും അതിൻ്റെ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ തോന്നും ഭയങ്കര മാക്രോ ലെവലിലുള്ള ഭയങ്കര സയൻറ്റിഫിക്, ഭയങ്കര ടെക്നോളജിക്ക് അങ്ങനത്തെ ഒരു സംഭവം അല്ല ശരിക്കും. നമ്മൾ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ നേരിട്ട് ബാധകമാവുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയണത്. അതതിൻ്റെ ഒരു ബ്യൂട്ടിയും. നമ്മൾ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മളുടെ ഒരു നിലനിൽപ്പ് എന്താണ് ഓരോരുത്തരുടെയും ഓരോ മനുഷ്യരുടെ കാര്യം എന്നുള്ള നിലയ്ക്ക് തന്നെ അത് നല്ല, അത് ആളുകളെ എനിക്ക് തോന്നുന്നത് അതാണ് ഈ ഇത്രയും ബാധിക്കണമെന്ന് തോന്നുന്നു. നമ്മളെ ഭാഷയും മലയാള ഭാഷ, ഞാനത് എഡിറ്റ് ചെയ്യുമ്പോൾ ആ സങ്കീർണമായിട്ടുള്ളതും പിന്നെ എന്താ പറയുക അതൊക്കെ അടയാളപ്പെടുത്തിയിട്ടില്ല. അവിടെയൊക്കെ സങ്കീർണമായ, പിന്നെ ഞങ്ങളെ തന്നെ ഭാഷ മാറിപ്പോയി. സൂക്ഷ്മമായി നോക്കുക. കാരണം അത് ശരിക്കും നമ്മളെ ഭാഷയും അതിൽ മലയാളത്തിലാണല്ലോ. അത് ഇംഗ്ലീഷിൽ പറഞ്ഞതൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്, അവിടെ ഇവിടെ വേർഡ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിലും ചിലതിന് ഇംഗ്ലീഷ് കിട്ടാഞ്ഞിട്ട് അത് തപ്പിപ്പിടിച്ച് മലയാളത്തിൽ ഇംഗ്ലീഷിന്റെ മലയാളം കിട്ടാഞ്ഞിട്ട് തപ്പിപ്പിടിച്ച് കൊണ്ടുവരണ്ടേ. അതിന്റെ മലയാളം അതാണ്. അപ്പൊ മലയാളത്തിലും ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് അത് ഭാഷ അങ്ങനെ വരുന്നത് മാത്രമല്ല. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, മൈത്രേയൻ സ്ഥിരമായിട്ട് പറയുന്ന ചില വരികളുണ്ട് എല്ലാ വീഡിയോയിലും. അങ്ങനെയല്ല അത് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ ഇങ്ങനെയുള്ള ചില രീതികൾ നോക്കി കഴിഞ്ഞാൽ അത് അങ്ങനെ പറയേണ്ട കാര്യമില്ലെങ്കിലും അതാ മൈത്രേയൻ പറഞ്ഞു വരുമ്പോൾ അങ്ങനെയാവും. അത് അങ്ങനത്തെ പ്രയോഗങ്ങൾ ഒരുപാടുണ്ട്. അത് ഭയങ്കര ഫണ്ണി ആയിട്ട് കുറെ സ്ഥലങ്ങളുണ്ട്. ഭയങ്കര സീരിയസ് ആയിട്ട് പോകുന്നുണ്ടെങ്കിലും ഭയങ്കര ചിരിക്കുന്ന കുറെ സ്ഥലങ്ങളുണ്ട്. ബുക്ക് ശരിക്കും ഭയങ്കര മാറ്റം വരുത്തുന്നു. ശരിക്കും ഒരാൾ ഫുള്ളിരുന്ന് കേട്ടാൽ നല്ല മാറ്റം വരുത്തുന്ന ഒരു സാധനം. നല്ല ഒരു ജീവിതം കുറെ കൂടി ലൈറ്റ് ആവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലായത്. ഇത്ര ഗൗരവം വേണ്ട കാര്യങ്ങൾക്ക്. ഹലോ, നേരത്തെ ചോദിച്ചില്ലേ എന്താണ് ഇപ്പോൾ ഒരാൾ ന്യൂട്രലായിട്ട് നിൽക്കുന്ന ഒരാൾ, ഇപ്പോൾ എങ്ങോട്ടും ഇല്ല, ന്യൂട്രലായിട്ട് നിൽക്കുന്ന എന്തിന് ഈ ബുക്ക് അവർ കേൾക്കണം, അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് അതിനോട്? ആ ന്യൂട്രലായിട്ട് നിൽക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലല്ലോ ശരിക്കും. നമ്മുടെ ഒരു ഇഗ്നോറൻസിൻ്റെ ഏരിയയാണ്. ഇഗ്നോറൻസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ന്യൂട്രലായിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ പറയണ
കാര്യങ്ങൾ ഏറ്റെടുത്ത് നമ്മൾ ചെയ്യുന്നുണ്ടാവും എന്നുള്ളതാണ്. നമ്മളറിയാതെ ഒന്നില് നമ്മളുണ്ട്. നമ്മൾ എന്തിനാണ് അത് ചെയ്യുന്നതെന്നുള്ള നമുക്കൊരു ബോധ്യമില്ലാത്ത കാര്യങ്ങൾ പോലും ന്യൂട്രലായിട്ട് നിൽക്കുമ്പോൾ നമ്മളത് ചെയ്യേണ്ടി വരും. നമ്മളിത് വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ ഒരു ഏരിയയിൽ വരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പുനഃപരിശോധിക്കുകയും അതിൻ്റെ ഒരു കാര്യകാരണങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ യുക്തികളോ അതിൻ്റെ ആവശ്യങ്ങളോ നമ്മൾ നമ്മളുടേതായിട്ട് ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ന്യൂട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവർ പറഞ്ഞാൽ അങ്ങോട്ട് പോയി, ഇവർ പറഞ്ഞാൽ അങ്ങോട്ട്. ഞങ്ങളുടെ നാട്ടിലൊരു പറയുന്നുണ്ട്, അടാട്ട് വരിക, എല്ലാവരും തൃശ്ശൂർക്ക് പോകണം, ഞാനും തൃശ്ശൂർക്ക് പോകണം എന്ന് പറഞ്ഞാൽ രാവിലെ എല്ലാവരും തൃശ്ശൂർ പോവുക, വരിക, അടാട്ട് വന്നാൽ കണാ അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. ന്യൂട്രൽ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ന്യൂട്രാലിറ്റി എനിക്ക് തോന്നുന്നില്ല. അപ്പം എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ പറയണത് നമ്മൾ ഏറ്റി നടക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ നമ്മളുടേതായിട്ടുള്ളൊരു ഇൻപുട്ടോ നമ്മുടേതായിട്ടുള്ളൊരു വീക്ഷണമോ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ളൊരു തീരുമാനങ്ങളോ ഒന്നും അതിലുണ്ടാവില്ല. അപ്പോൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തീരുമാനം നമ്മൾ ഏറ്റി നടക്കുന്നുണ്ടാവും, അത്രയേ ഉള്ളൂ. അല്ലാതെ ന്യൂട്രൽ എന്ന് പറയുന്നത് എനിക്കറിയില്ല. എൻ്റെ എന്തായാലും എന്താണ് ബുക്ക് ഭയങ്കര അനുഭവമായിരുന്നു പേഴ്സണലി ഞങ്ങളെ ടീമിനും. അവിടെയുള്ള എന്താണ് ആ ഒരു മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്നൊന്നും ചെറിഷ് ചെയ്യുന്ന മൊമെന്റ്സ് ഭയങ്കര കോൺവെർസേഷൻ. ചിലപ്പോൾ അങ്ങനെ ഇപ്പം നിങ്ങളുടെ ഈ ഗ്രൂപ്പ് എന്നുള്ളതിലേക്ക് പറയുമ്പോഴേ ഇപ്പോൾ ഇവർ നിങ്ങളങ്ങനെ പറയുന്നത് നിങ്ങളെ അത് അങ്ങനെ ബാധിച്ചിട്ടുണ്ട്, അതങ്ങനെ മനസ്സിലായിട്ടുണ്ട്, അതങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും ഒരു ബുക്കിന്റെ ഫംഗ്ഷനായി വിജയിച്ചു എന്ന് പറയാം. കാരണം ഇനിയിപ്പോൾ അതിൻ്റെ സെയിൽ എന്താണ് അതാണിത്. പക്ഷെ എന്തായാലും ഞാൻ പറയും, ഞങ്ങളിത് അവിടെ ചെയ്തെടുക്കാം തീരുമാനിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് അത് അങ്ങനെ അറിവ് മാത്രം ഉണ്ടായതുകൊണ്ട് ഈ സംഭവം പുസ്തകമാവില്ല എന്ന് തിരിച്ചറിയണം. അപ്പോൾ അതിൻ്റെ സാധനങ്ങൾ, എക്യുപ്മെൻറ്റ്സ്, അതിൻ്റെ സൗകര്യങ്ങൾ, അതിൻ്റെ സെറ്റിങ്സ്, അതിൻ്റെ ടെക്നീഷ്യൻസ്, അവരുടെ കോർഡിനേഷൻ, മറ്റ് സൗകര്യങ്ങൾ, ഫുഡ്, ഇതൊക്കെ അറേഞ്ച് ചെയ്യണ കാര്യം ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത്. അപ്പോൾ അത്രയും പുസ്തകം പറയുമ്പോൾ മൈത്രേയം പറയണമെന്നുള്ളത് ഒരു കാര്യമാണ്. പക്ഷേ അത് സാധ്യമാക്കിയെടുത്തത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ബൈ ദ ഹെൽ നോട്ട് എന്നുള്ള അവരുടെ ഒരു സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ ആദ്യത്തെ ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ആഴ്ചയും 3 ദിവസം വെച്ച് ചെയ്തു എന്ന് പറയുന്നത് അത് ചെറിയ കാര്യമല്ല. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തീർന്നത്. നമ്മൾ മൈത്രേയൻ ആദ്യം പറയുമ്പോൾ അതിലൊരു 18, 15, 20 മണിക്കൂറിൻ്റെ ഉള്ളിലുള്ളൊരു സംഭവമായിരുന്നു ആദ്യം പറഞ്ഞത്. അതാണിപ്പോൾ ഒരു 40-45 മണിക്കൂറോളം. എനിക്ക് ആദ്യം പേടിയുണ്ടായിരുന്നു, എഡിറ്റ് ചെയ്യുന്നൊക്കെ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ അങ്ങോട്ട് പറഞ്ഞിട്ട് ഒന്നും വിടാനും പറ്റില്ലല്ലോ. അതെ അതെ അതെ, നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കല്ലോ, എല്ലാം റെലവെന്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഓരോ അതിൻ്റെ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യും വേണ്ടേ അത് അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. കാരണം പ്രത്യേകിച്ച് ഓരോ കാര്യങ്ങളും വിശദീകരിക്കണത് ഇങ്ങനെ ഒരുപാട് ആംഗിളിൽ നിന്ന് പല വിഷയങ്ങളിൽ നിന്ന് ഇങ്ങനെ കൂട്ടിയാണെങ്കിൽ ഇത്രയും പറയണം. അപ്പോൾ അതിൻ്റെ എഡിറ്റിങ് അത്ര എളുപ്പമല്ല. ഇനിയിപ്പോൾ അത് ഇനിയാണ് സെക്കൻഡ് ഫേസ് ആണ് വരാൻ പോകുന്നത്. എന്നിട്ട് ആ നിലയ്ക്ക് ഇപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പ് ഈ വൈ ദ ഹെൽ നോട്ട് എന്നുള്ള ഗ്രൂപ്പ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് അത് ഭീകര വർക്ക്. എല്ലാവരും കൂടി ഒരുമിച്ച് ഭയങ്കര ബ്യൂട്ടിഫുൾ ഡേയ്സ് ആയിരുന്നു. കാരണം ഇപ്പം നിതിൻ പറഞ്ഞ ഓർമ്മ ഉണ്ട് എനിക്ക്. ഇതിന് എന്താണ് ഉറക്കം, അതായത് തല പ്രവർത്തിച്ചിട്ടേ രാത്രി പോയിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയിൽ. അപ്പൊ അവൻ പറയുമ്പോൾ ശരിയാണ്, ഞാനും ആ അവസ്ഥയിലായിരിക്കുന്നത്. അങ്ങനെ പുതിയ സാധനങ്ങൾ കിട്ടല്ലേ, അപ്പൊ തല ഇങ്ങനെ പ്രവർത്തിച്ചിട്ട് നമുക്ക് ഉറക്കം കിട്ടുന്നില്ല. അങ്ങനെയായിരുന്നു ശരിക്കും ആ ദിവസങ്ങൾ. അല്ല, പ്രത്യേകിച്ച് ഇപ്പോൾ നിതിൻ പുതിയ അവരുടെ അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റു തരത്തിലുള്ള ഐഡിയോളജികൾ വന്ന് ഇങ്ങനെ സ്ഥാപിച്ച് ഉറപ്പിച്ചിട്ടില്ലല്ലോ. അപ്പൊ പുതിയ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ കൂടും, പ്രായം കുറയും. പ്രായം കൂടും തോറും പിന്നെ നമുക്കത് ഏറ്റിയ സാധനം വിടാൻ പറ്റാത്തൊരു പ്രശ്നം. അറിഞ്ഞാലും ചിലപ്പോൾ വിടില്ല. അതാണ് കാരണം അത് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുവരെ ജീവിച്ചത് അർത്ഥമില്ലാതെയാവും. മാത്രമല്ല ജീവിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒപ്പിച്ചിരിക്കുന്നത്. വഴിയിലായി പോവും ചിലപ്പോൾ അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ അത് നല്ല രസമുള്ള അനുഭവമാണ്. എന്തായാലും വളരെ താങ്ക്സ്. നിങ്ങൾ എല്ലാവരും അത്രയും ഇതായിട്ട്, പ്രത്യേകിച്ച് കോർഡിനേഷൻ എന്ന് പറയുന്നത് നല്ല രസമുള്ള, എല്ലാവരും ഒരുമിച്ച് തന്നെയായിരുന്നു, രസമായിരുന്നു. പിന്നെ എന്തായാലും സാധനം ഇറങ്ങട്ടെ, എന്നിട്ട് ഒന്നും കൂടി നമുക്ക് ഇരിക്കണം. അതിന്റെ പ്രകാശനവും കാര്യങ്ങളൊക്കെ. ഇത് ബുക്കിനെ പറ്റിയൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള ആളുകൾ പുസ്തകം വായിക്കട്ടെ എന്നുള്ളത് മാത്രമല്ല, കേൾക്കണം. പുസ്തകം മനസ്സിലാക്കുന്നത് മാത്രമല്ല, ഇതിന്റെ ഒരു എഫർട്ടും കൂടി ആളുകൾ തിരിച്ചറിയുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ബ്യൂട്ടിഫുൾ ആവും. എഫർട്ട് തിരിച്ചറിയാന്ന് പറയുന്നത്, അല്ല അങ്ങനെ എഫർട്ട് എടുത്ത ആളുകളെ അംഗീകരിക്കുകയും
ഒക്കെ ചെയ്യേണ്ട ഒരു സംഭവമുണ്ട്. കാരണം പൊതുവെ ഇവിടെ എനിക്ക് തോന്നുന്ന ആളുകൾക്ക് ഈ ഒരു കാര്യം നല്ലതാണ് പൊട്ടയാണെന്ന് പറയാമെന്നല്ലാതെ നല്ലതായാലും ചീത്തയായാലും അതിനെടുക്കുന്നൊരു എഫർട്ട് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ക്രിറ്റിസിസം വെക്കുന്ന സമയത്ത് ആ എഫർട്ടിനെ അംഗീകരിച്ചിട്ട് ക്രിറ്റിസിസം വെക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളാവാം, പക്ഷെ അപ്പോഴും അതിൻ്റെ എഫർട്ട് ഇല്ലാതെയാവുന്നില്ല. അപ്പോൾ ആ നിലയ്ക്കൊക്കെ നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു. എന്തായാലും ഇറങ്ങട്ടെ. പിന്നെ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ആയതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ളത് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പം നമുക്ക് ഫണ്ടിൻ്റെ ഒക്കെ ലിമിറ്റേഷൻ, എത്രത്തോളം ഫണ്ടുണ്ടോ അത്രത്തോളം ഇതിനെ പൊലിപ്പിക്കാനും അട്രാക്ഷൻ ഉണ്ടാക്കാനും അതിൻ്റെ സാധ്യതകൾ ഉള്ളത് കൊണ്ട്, വീഡിയോ ഒക്കെ ആയതുകൊണ്ട് അപ്പോൾ അതിൻ്റെ റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടി ചേർത്ത് പരിമിതികളിൽ നിന്ന് ചെയ്യുക. പിന്നെ ഇത് നമ്മൾ ഓപ്പണായിട്ട് വെക്കുകയാണല്ലോ, അല്ലാതെ നമ്മളത് യൂത്തിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവും ശരിക്കും പറഞ്ഞാൽ. ശരിക്കും സ്കൂളുകളിലൊക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായമൊക്കെ ഉണ്ട്. കാരണം അങ്ങനത്തെ ഒരു സാധനമായിട്ട് തന്നെയാണ്. ഇപ്പോൾ പുറത്തുനിന്ന് നമ്മളിത് ഫുള്ള് പുറത്ത് നിന്നിട്ടല്ലേ കാണുന്ന, അങ്ങനത്തെ ഒരു സാധനമായിട്ട് തന്നെ തോന്നിയിട്ടുള്ളത്. സ്കൂളുകളിലൊക്കെ ശരിക്കും ഇങ്ങനല്ലേ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു വിദ്യാഭ്യാസം. അതിപ്പോൾ നമ്മൾ പുസ്തകങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത് ഞാൻ പക്ഷെ അങ്ങനെയല്ല അത് കാണുന്നത്. ഇത് നോളജ് എന്നുള്ള ലെവലിൽ നോളജ് അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവും, പക്ഷെ ആളുകൾ നമ്മളുടെ ഒരു ഫോർമേഷനിലുണ്ടായിട്ടുള്ള ചില കോൺട്രഡിക്ഷൻസിനെ പരിഹരിക്കാനുള്ള ന്യായങ്ങൾ നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളൊരു പ്രക്രിയ നമ്മൾ ചെയ്യണം. അപ്പം ഈ ന്യായങ്ങൾ പറയുന്നത് നമുക്ക് വേണ്ടിയിട്ടുള്ള ന്യായങ്ങളാണ്. അത് കുട്ടികളോട് പറയേണ്ട കാര്യമില്ല, കാരണം അവർക്ക് ഈ കോൺട്രഡിക്ഷൻസ് അല്ല ഉള്ളത്. ആ ന്യായങ്ങൾ അങ്ങനെ അവർക്ക് പ്രസക്തമാവണമെന്നില്ല. പക്ഷെ അതേസമയം തന്നെ ആളുകൾക്ക് കാണാം. അല്ല, ഞാൻ പറയണത് ഈ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, നമ്മൾ ഈ ആളുകളെ അംഗീകരിക്കുക, ഇപ്പം വാല്യൂസൊക്കെ പറയുന്ന സമയത്ത് സ്നേഹിക്കുക എന്നുള്ളതാണ് നമ്മൾ വലിയ വാല്യൂ. ഇപ്പം സ്നേഹമല്ല ശരിക്കും പ്രധാനപ്പെട്ടൊരു വാല്യൂ ആയിട്ട് വരുന്നത്. അംഗീകരിക്കുക, ബഹുമാനിക്കുക, പരസ്പരം അംഗീകരിക്കുക, പരസ്പരം ബഹുമാനിക്കുക എന്നുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് കുട്ടികളായാലും ശരി, മുതിർന്നവരായാലും ശരി, ആരായാലും ശരി, ആ തരത്തിൽ റിലേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മളെപ്പോഴും ഈ പറഞ്ഞു കൊടുക്കുന്ന ആളുകളായിട്ട് നിൽക്കും. അപ്പം ആ ഒരു അതോറിറ്റി അല്ലെങ്കിൽ ആ ഒരു ഒതൻറ്റിസിറ്റി ഒഴിവാക്കി നിൽക്കണമെന്ന് ആഗ്രഹിക്കണതുകൊണ്ട് നമ്മൾ ഇത്തിരി പ്രിക്കോഷൻ എടുക്കും. അങ്ങനെ പഠിപ്പിക്കാൻ പോവാന്ന് പറയുന്ന അടുത്ത് അത്രയേ ഉള്ളൂ. അത് എന്തായാലും ആളുകൾ എൻജോയ് ചെയ്യുന്ന തന്നെയാണ് നമ്മൾ പുസ്തകം ആ തരത്തിൽ കേൾക്കാലോ, കാണാൻ കേൾക്കാം. എന്താണ് ശരിക്കും അതാണ് ഒരു അഡ്വാൻറ്റേജ് തോന്നുന്നത് വായിക്കാന്. അങ്ങനെ ഇതിന് മാത്രമായിട്ട് മെനക്കെട്ടിരിക്കേണ്ട കാര്യം. നമ്മൾ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് കേൾക്കുകയും എന്തായാലും നോക്കാം. ഓക്കെ പോളേട്ടാ, താങ്ക് യു. എന്തായാലും ഇനിയും പോഡ്കാസ്റ്റിനൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാം, മീറ്റ് ചെയ്യാം. ഒരു വൈ ദ ഹെൽ നോട്ട് എന്ന് പറഞ്ഞ വൈ ദ ഹെൽ നോട്ട്